ഇന്നത്തെ ലൈഫ്സ്റ്റൈൽ വനിതയിൽ നമ്മോടൊപ്പം ഇന്റീരിയർ ഡിസൈനറും ഒപ്പം ആർക്കിടെക്റ്റുമായ നീന കോര ജേക്കബ് ആണ്. നീനയോട് നമുക്ക് കൂടുതൽ സംശയങ്ങൾ ചോദിച്ചറിയാം. സാധാരണ ഒരു വീട്ടിൽ തന്നെ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ റൂംസ് ഉണ്ടാവും, ചിലപ്പോൾ കൊച്ചുമുറികളായിരിക്കും. അത് കമ്പാരിറ്റീവ്ലി അത് മാറി മാറി വരുമല്ലോ. അപ്പോൾ വലിയൊരു റൂമാണെങ്കിൽ അതിനെ നമുക്ക് എങ്ങനെ നന്നായിട്ടൊന്ന് ഡിസൈൻ ചെയ്യാൻ പറ്റും? ലിവിംഗ് റൂം എന്ന് വെച്ചാൽ മൾട്ടി യൂസ് ഉള്ള ഏരിയാസ്. നമ്മൾ ചിലപ്പം വർത്താനം പറയും, അല്ലെങ്കിൽ ബുക്സ് വായിക്കും, ഒത്തിരി ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലത്ത്. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ സംസാരിക്കുന്ന സ്ഥലത്ത് ഡിസ്റ്റർബൻസ് വരരുത്. അപ്പം ട്രാഫിക് ഹാസ് ടു ബി വെരി കെയർഫുള്ളി ഓർഗനൈസ്ഡ്. ഇപ്പം ആ മുറിയിൽ നിന്ന് ഓരോ ഡോർസ് ഉണ്ടെങ്കിൽ ആ ഡോറ് പ്ലേസ് ചെയ്യുന്നത് ഈ സംസാരിക്കുന്ന സ്ഥലം മാറി വേണം. നമ്മുടെ സംസാരിക്കുന്ന ഇടയ്ക്കൂടെ ആൾക്കാർ നടക്കരുത്. അത് സോ ദാറ്റ് ഈസ് വൺ ഓഫ് ദ വേസ് യു ക്യാൻ മാനേജ് ദ സ്പേസ്. രണ്ടാമത്തേത് വിത്ത് ലെവൽസ്. ഇഫ് യു വോണ്ട് ടു ഇപ്പോൾ 2-3 ആക്ടിവിറ്റീസ് ഡിഫൈൻ ചെയ്യണമെങ്കിൽ ലെവൽസ് വെച്ചിട്ട് നമുക്ക് മാറ്റാം, അല്ലെങ്കിൽ ഫ്ലോറിങ്ങിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് മാറ്റാം. ഇപ്പോൾ ഒരു ഫാമിലി റൂം ആണെങ്കിൽ ആ TV വ്യൂ ചെയ്യുന്ന ഏരിയ വേണമെങ്കിൽ വുഡൻ ഫ്ലോറിംഗ് ആക്കാം, നടക്കുന്ന സ്ഥലം വിട്രിഫൈഡ് ഫ്ലോറിംഗ് ആക്കാം. സോ അങ്ങനെ നമുക്ക് സ്പേസ് ഡിഫൈൻ ചെയ്യാം. അതുപോലെ കുട്ടികളുടെ മുറി, അതെല്ലാവർക്കും ഏറ്റവും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു മുറിയാണ്. അപ്പോൾ അതിലെന്തൊക്കെയാണ് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുക? എപ്പോഴും ഞാൻ എൻ്റെ ക്ലയൻസിനോട് പറയുന്നത്, കുട്ടികൾ വലുതാവും. അപ്പം ഡോണ്ട് ഇമാജിൻ ദാറ്റ് don't make very small furniture. Don't do things that unless you want to change it after a couple of years. Children grow up. We also have to realize that. So why don't you make the difference in things which you can throw away, like for example your upholstery or your some pictures or paintings. You can color the walls different. കുട്ടികൾക്ക് വേണ്ടി furniture, I don't believe in that, except maybe like if you're doing that, it should be where you can adjust heights. That makes a difference. But table ആണെങ്കിലും കസേര ആണെങ്കിലും height adjust ചെയ്യാനുള്ള രീതിയിൽ ചെയ്യുവാണെങ്കിൽ that makes sense. വെറുതെ നമ്മൾ കുറേ ചെറിയ ചെറിയ ഫർണിച്ചർ ഇട്ടാൽ കുറച്ച് കഴിയുമ്പോൾ അവർ വലുതാവും, നമ്മൾ മണ്ടന്മാരാകും. അതുപോലെ ഇപ്പോൾ സാധാരണ ഇപ്പോൾ എല്ലാ വീടുകളിലും തന്നെ പേരൻസിനായിട്ട്, ഇപ്പോൾ പ്രായമുള്ള പേരൻസിനായിട്ട് ഒരു മുറി ഒരുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കളർ ടോണും അതൊക്കെ എങ്ങനെയായിരിക്കണം? പ്രായമുള്ളവർക്ക് ശരിക്കും ഇപ്പം നമ്മൾ ഡിസൈൻ ഒത്തിരി ആലോചിക്കുന്നുണ്ട്. സേഫ്റ്റി, ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ അവരുടെ ബാത്റൂമിനകത്ത് നോൺ സ്കിഡ് വേണം. വെറ്റ് ഏരിയ, ഡ്രൈ ഏരിയ ഷുഡ് ബി ഡിഫൈൻഡ്. അവർക്ക് എഴുന്നേക്കാനുള്ള ഇങ്ങനെ ഗ്രാബ് ബാർസ് വേണം. അത് കുളിക്കുന്നിടത്ത് ഇരുന്ന് കുളിക്കണം. അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ. അതുപോലെ ഡോറ് തന്നെ പണ്ടൊക്കെ ഞങ്ങൾ ബാത്റൂമിൽ കൊടുക്കുന്നത് 75 centimeters to 80 centimeters ഡോർസാണ്. ഫോർ it's no longer a good idea, because if you want to take a wheelchair through, otherwise if you're supporting an old person, you should be able to walk in with the other person, right? പിന്നെ വീട്ടമ്മമാരൊക്കെ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് കിച്ചണിലായിരിക്കുമല്ലോ. അപ്പോൾ അതിപ്പോൾ പണ്ടൊക്കെ ആണെങ്കിൽ വലിയ കിച്ചൺ, വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളത്, ഇപ്പോൾ വളരെ കോമ്പാക്റ്റ് ആണ്, മിനിമം വർക്ക് ആംഗിൾ കൊടുക്കുന്നത്. അപ്പോൾ അതിലെ ഒരു ട്രെൻഡ് എങ്ങനെയാണ് ചെയ്യുന്നത് സാധാരണ? കിച്ചൺസിനകത്ത് as you said rightly, there is a limit to the size. It should not there what we call a work triangle. The work triangle, I don't know whether I need to tell you, it depends on the length, the distance between the fridge, the cooking range, and the sink. There is an optimum for that. ഒത്തിരി കൂടുതലാണെങ്കിൽ നമുക്ക് ടയർഡ് ആയിട്ട് പോകും ഒത്തിരി നടക്കണമെങ്കിൽ. അപ്പോൾ എത്ര വലിയ കിച്ചൺ ആണെങ്കിലും നമ്മൾ ഈ ഭാഗം we should have that optimum area for that. കിച്ചൺ നിറച്ചും ക്യാബിനറ്റ് വെക്കേണ്ടതും നമുക്ക് ആവശ്യമില്ല. യു ക്യാൻ സെപ്പറേറ്റ് ദ സ്പേസസ്. യു ക്യാൻ ഹാവ് ഇറ്റ് ഫോർ പോർഷൻ ഫോർ ഈറ്റിംഗ്, ഓർ യു ക്യാൻ ഹാവ് അപ്പം കിച്ചൻ്റെ സൈസും ഓരോരുത്തരുടെ ഇൻവോൾവ്മെൻറ്റ് ഇൻ ദ കിച്ചൺ. ചില വീട്ടമ്മമാർക്ക് വലിയ പ്രധാനമാണ്, എന്നെ പോലത്തെ ആണെങ്കിൽ അത്രയും പ്രധാനമല്ല. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഈച്ച് പേഴ്സൺ ഹൗ മച്ച് ദേ സ്പെൻഡ് ടൈം ഓൺ ഇറ്റ്. സം പീപ്പിൾ വാണ്ട് ദ TV in it. Some people want entertainment. They want to supervise their children. അങ്ങനത്തെ കിച്ചൺസ് അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച്. പലയിടത്തും ഇങ്ങനെ കിച്ചണിൽ ചെറിയ TV സെറ്റ് ചെയ്യാറുണ്ടല്ലോ. ഉണ്ട്. നമ്മൾ ബാത്റൂമിൽ TV ഇടും. ഏത് സ്ഥലത്താണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന അവിടെയല്ലേ നമുക്ക്
എന്റർടൈൻമെന്റ് ആവശ്യം എന്റർടൈൻമെന്റ് ആവശ്യം. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്റീരിയേഴ്സിനെ കുറിച്ച് അല്ലെങ്കിൽ ഇന്റീരിയർ ഡിസൈനിങ്ങിനെ കുറിച്ച് ആലോചിക്കുന്നത് എല്ലാ പണിയും കഴിഞ്ഞിട്ടായിരുന്നു, വീട് പണി കഴിഞ്ഞിട്ടായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് എല്ലാവരും നമ്മൾ ഈവൻ ലൈറ്റിങ്ങിൻ്റെ ഹോൾഡേഴ്സ് വരെ എല്ലാത്തിനും ഈ പണി നടന്നിരിക്കുന്ന സമയത്തിന് മുമ്പ് തന്നെ അതെല്ലാം ഫിറ്റ് ചെയ്യുക. അതുപോലെ ഇപ്പം നമ്മൾ കൃത്യമായിട്ടൊരു പ്ലാനിങ്, ഇതിൻ്റെ എല്ലാം ഇമ്പോർട്ടൻസിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു. അത് നല്ല ഒരു ട്രെൻഡാണ് ഇപ്പോഴ് എല്ലാത്തിനെ പറ്റി ആലോചിക്കുന്നത്. ഞങ്ങൾ ഇൻറ്റീരിയേഴ്സും കൂടെ ചെയ്യുന്നതുകൊണ്ട് ഒരു പ്രോജക്റ്റ് ഫൈനലൈസ് ചെയ്ത് കഴിയുമ്പം ഒന്നുകിൽ അതിൻ്റെ വാക്ക് ത്രൂ അല്ലെങ്കിൽ ഓരോ മുറിയുടെ 3D ചെയ്യും. അത് ക്ലയൻറ്റിന് മാത്രമല്ല, ക്ലയൻറ്റിനെ നമുക്ക് മേക്ക് ദം അണ്ടർസ്റ്റാൻഡ്. കോൺട്രാക്ടേഴ്സിന് നമുക്ക് നമ്മുടെ മനസ്സിലുള്ളത് ക്ലിയർ ആയിട്ട് കാണാം. നമുക്ക് തന്നെ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് 3D ചെയ്യുമ്പം അത് കറക്റ്റ് ചെയ്യാം. അപ്പം ഒത്തിരി നമുക്ക് വേസ്റ്റേജ് കുറയ്ക്കാം. അല്ലെങ്കിൽ ഇത് ഇടിച്ച് പൊളിക്കുക അല്ലെങ്കിൽ അത് ചെയ്യുക, അതൊക്കെ ഒഴിവാക്കാം അങ്ങനെ ചെയ്യുന്നു. അപ്പം ഏറ്റവും നല്ലത് ഞാൻ പറയുന്ന ലാൻഡ്സ്കേപ്പ് വരെ തുടങ്ങുമ്പം അത് മനസ്സിലുണ്ടാകണം. പ്ലാൻ ചെയ്യുക. വീടിന്റെ കോസ്റ്റ് ഇപ്പോൾ സ്ട്രക്ചറിന്റെ ഇത്ര ചിലവായി, ഇപ്പോൾ 10 lakhs ആയി ഒരു വീടിന്. അപ്പോൾ അതിന്റെ ഇന്റീരിയർ ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ഇത്ര പെർസെൻറ്റേജ് ആയിരിക്കും, അങ്ങനെ ഒരു കണക്കോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഓരോരുത്തരുടെ the cost of the interior goes on the material what you use. വലിയ ഹൈ റേഞ്ച് ആണെങ്കിൽ it can cost equal amount, but normally within 60%, 70%. എന്തെല്ലാം കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാൻ ഒരു ടിപ്സ് പോലെ നമുക്ക്, അതായത് ഇപ്പം പല കാര്യങ്ങൾ പറഞ്ഞു, വേസ്റ്റേജ് ആണ്, ചില സ്ഥലം നമ്മൾ ശ്രദ്ധിക്കാം, സ്പേസോ എങ്ങനെ നമുക്ക് മാക്സിമം യൂസ് ചെയ്യാം, അതുപോലെ എന്തെല്ലാം കാര്യങ്ങളാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടതെന്നൊന്ന് പറയാമോ? ഇന്റീരിയർ ഡിസൈൻ ചെയ്യുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കാനുള്ള നിങ്ങൾക്ക് എന്നാ അതിനകത്ത് വേണ്ടിയത് അത് മനസ്സിൽ ഉറപ്പ് വേണം. എന്നിട്ട് അത് എഴുതി വെക്കണം. അത് ഡിസൈനറിനെ കാണിച്ചിട്ട് അവരെ മനസ്സിലാക്കണം എന്നാ ഞങ്ങൾക്ക് വേണ്ടിയത്. അപ്പോൾ ഡിസൈനറിനും കൂടുതൽ മനസ്സിലാവും, ക്യാൻ ഡു വാട്ട് യു വാണ്ട്. അതിനകത്ത് ഏറ്റവും ഫോർ എക്സാമ്പിൾ നമ്മൾ ഓരോ മുറി നോക്കുമ്പം ലിവിങ് റൂം നമ്മുടെ ചിലർക്ക് ലിവിങ് റൂം has to be like the best room because they feel that is what showcases their house. ചിലർക്ക് ലിവിങ് റൂം അത്രയും പ്രധാനമല്ല, അവരുടെ ബെഡ്റൂം ആയിരിക്കും കൂടുതൽ ഇരിക്കുന്നത്. അപ്പം ഓരോ മുറിയായിട്ട് ആലോചിച്ചിട്ട് അവിടെ എന്നാ ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റീസ് എന്നാ, പിന്നെ അവരുടെ ആംബിയൻസ് എന്നാ ഇഷ്ടം. ചിലർക്ക് ഒത്തിരി നേച്ചറുമായിട്ട് ബന്ധം വേണം, ചിലർക്ക് ഒത്തിരി ഒട്ടും മിനിമൽ ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സ് വേണം, ചിലർക്ക് ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള ഇങ്ങനെ ആംബിയൻസാണ് വേണ്ടത്. അത് നമുക്ക് തന്നെ മനസ്സിലാകണം എന്നാ സ്റ്റൈലാണ് വേണ്ടത്. അത് വെച്ചിട്ടാണ് ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പോൾ മുമ്പ് പറഞ്ഞായിരുന്നല്ലോ ഏറ്റവും ചെറിയ സ്പേസിൽ ഇൻറ്റീരിയർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ചാലഞ്ചിങ് എന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഇതുവരെയുള്ള ഒരു കരിയറിൽ അങ്ങനെ ചാലഞ്ചിങ് ആയിട്ട് ചെയ്തിട്ടുള്ള വർക്ക് ഏതാണ്? എല്ലാ വർക്കും ചാലഞ്ചിങ് ആണ്. It's either challenging in the way in the design process or in the location or in the client. പക്ഷേ one which I would say really challenging would be this. ഞാൻ പറഞ്ഞില്ലേ, ഒരു പഴയ വീടിൻ്റെ വെച്ചിട്ട് അതിൻ്റെ ചുറ്റിലും we had to make a modern house. That was really challenging because we had to actually ആ പഴയ വീട് വെച്ചിട്ട് ഉണ്ടെങ്കിലും അതിൻ്റെ റൂഫെല്ലാം എടുത്ത് മാറ്റി പൊക്കി എടുക്കണമായിരുന്നു. അപ്പം പുതിയ വീടിൻ്റെ ദാറ്റ് കണ്ടംപററി ആയിട്ടുള്ള വീടും ഇതുമായിട്ട് എങ്ങനെയാണ് യോജിച്ച് പോകുന്നത്, അതിൻ്റെ പഴയ കുറേ സാധനങ്ങൾ റീയൂസ് ചെയ്യാനായിരുന്നു. സോ ദാറ്റ് വാസ് എ വെരി എക്സൈറ്റിംഗ് kind of project. I think now actually what I'm getting more and more involved is trying to use go for green kind of architecture and use conserve. I'm more inclined to recycle. പണ്ടേ എനിക്ക് റീസൈക്ലിംഗ് വലിയ, ഞങ്ങളുടെ വീട് കുറേയൊക്കെ റീസൈക്കിൾ മെറ്റീരിയൽസ് ആണ്. അപ്പോൾ എനിക്ക് കൂടുതൽ അതിനകത്താണ് ഇൻട്രസ്റ്റ്, റീസൈക്ലിംഗ് ആൻഡ് റീയൂസ്. Because I feel that you shouldn't waste things, and you can make beauty out of anything.
അതുപോലെ ഇപ്പോൾ ഒരു വീട് പണിയാൻ നമ്മൾ ആലോചിക്കുമ്പോൾ ഏറ്റവും ഇപ്പം മുമ്പിലുള്ള പ്രശ്നം സ്ഥലം ഇല്ലാത്തതാണ്. അപ്പോൾ ഏറ്റവും നല്ല ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ സ്ഥലം കുറവുള്ള സ്ഥലത്ത് ഒരു വീട് പണിയുമ്പോൾ ഏറ്റവും വലിയ ലിമിറ്റേഷൻസ് പലതും ഉണ്ടാവുമല്ലോ. അത് അങ്ങനെയുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം, ഏറ്റവും വലിയ ലിമിറ്റേഷൻസ് എന്താ? Limitations are challenge is trying to make the most out of that space so that you can use it. The same space, I feel that you should not let it waste. Actually, the most wasteful room in our houses are the dining rooms, because you're just using that. And how often do you sit at the dining table and eat? So can't you use that when you're not, use it as something else when you're not using? പിന്നെ ഒത്തിരി ഫർണിച്ചർ നമുക്ക് ഡബിൾ 2-3 we can use it for different activities. You can have a sofa that becomes a bed, and, which is what people are doing when there's a lack of space. And lot of folding. ഇപ്പം നമുക്ക് ഒത്തിരി ഹാർഡ്വെയറും ഉണ്ട്, നല്ല ഹാർഡ്വെയർ ഉണ്ട്. അപ്പോൾ ഫോൾഡബിൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നല്ലതായിട്ട് ചെയ്യാം. അപ്പം എന്തായാലും ഇവിടെ വന്നു വളരെ ഇൻഫർമേറ്റീവായ ഒരു സെഷനായിരുന്നു. എല്ലാവർക്കും പ്രയോജനപ്പെട്ട് കാണുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസവും. എന്തായാലും ഇവിടെ വന്നതിനും വനിതയോട് സഹകരിച്ചതിനും ഒരുപാട് നന്ദി. താങ്ക് യു. ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിലൂടെ നമുക്കും നമ്മുടെ വീടിൻ്റെ ഇൻറ്റീരിയർ അതിമനോഹരമാക്കാവുന്നതാണ്. ഏതായാലും ഇന്നത്തെ വനിത നിങ്ങൾക്ക് ഏവർക്കും ഒരുപാട് ഇഷ്ടമായെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം പ്രൊഡ്യൂസർ വനിത, മനോരമ ന്യൂസ്, അരൂർ, ആലപ്പുഴ. വനിത ഇപ്പോൾ ഞങ്ങളുടെ വെബ്സൈറ്റിലും ലഭ്യമാണ്. ഞങ്ങളുടെ വെബ്സൈറ്റ് അഡ്രസ് www.manoramnews.com/vanitha. കുക്കറി സ്പെഷ്യൽ വനിതയിലൂടെ ഗോവൻ രുചികളിലെ വൈവിധ്യങ്ങളുമായി ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിലെത്തും. മറക്കാതെ കാണുക. ഇന്നത്തെ വനിതാ വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാവുന്നു. മനോരമ ന്യൂസിൽ വാർത്തകൾ തുടരും.